വിവാഹബന്ധത്തിൽ തുടരാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ് 8 മാസം പ്രായമായ കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചു പോയ യുവതി പിന്നീട് അവർക്ക് സംഭവിച്ചത് കണ്ടു. ഒരു മകളുടെ ഹൃദയസ്പർശിയായ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. തന്നെ ഉപേക്ഷിച്ചു പോയ അമ്മയെ 21ാമത്തെ വയസ്സിൽ മകൾ തേടി കണ്ടെത്തിയെങ്കിലും പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. യുവതിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: എനിക്ക് 8 മാസം പ്രായമുള്ളപ്പോഴാണ് അമ്മ എന്നെയും അച്ഛനെയും ഉപേക്ഷിക്കുന്നത്. എന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയുമാണ് എന്നെ വളർത്തിയത്. അച്ഛന്റെ സഹോദരിയെ ഞാൻ പതിയെ അമ്മ എന്ന് വിളിച്ചു തുടങ്ങി. അതെന്റെ അമ്മയല്ലെന്ന് ഞങ്ങളുടെ അയൽക്കാർ പറയുമ്പോഴേക്കും എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. എന്നാൽ എന്നെ അച്ഛന്റെ സഹോദരി മടിയിലിരുത്തി പറയും, ഞാൻ തന്നെയാണ് നിന്റെ അമ്മ എന്ന്. ജീവിതത്തിൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും എന്റെ അച്ഛൻ എനിക്കൊപ്പമുണ്ടായിരുന്നു. എന്റെ ആദ്യ ആർത്തവ ദിനത്തെക്കുറിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അന്ന് ഞാനും എന്റെ അച്ഛനും വീട്ടിൽ തനിച്ചായിരുന്നു. ആ സമയം എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. പക്ഷേ അച്ഛൻ എന്നെ ശാന്തയാക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അച്ഛൻ വളരെ ശാന്തമായി പറഞ്ഞു തന്നു. എന്നെ ചേർത്തു പിടിച്ചു. എനിക്ക് 10 വയസ്സ് തികഞ്ഞപ്പോൾ മാത്രമാണ് അമ്മ എന്തിനാണ് ഞങ്ങളെ വിട്ടു പോയത് എന്ന് അച്ഛൻ എന്നോട് പറയുന്നത്. അമ്മ വളരെ വലിയ സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. അമ്മയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഈ വിവാഹബന്ധം തടസ്സമാണെന്ന് അവർ കരുതി. അമ്മ വീട് വിട്ടിറങ്ങിയ ദിവസം പോലും അച്ഛൻ എന്നെ തോളത്തെടുത്ത് അമ്മയ്ക്ക് പുറകെ പോയിരുന്നു. എനിക്ക് വേണ്ടിയെങ്കിലും തിരിച്ചു വരണമെന്ന് അച്ഛൻ അമ്മയോട് ഒരുപാട് തവണ കരഞ്ഞു പറഞ്ഞു. പക്ഷേ അമ്മ പറഞ്ഞത്, വിവാഹത്തിന് മുൻപ് എനിക്ക് ഒരു കുട്ടിയുണ്ടായിരുന്നില്ല, അതിനാൽ അവൾ നിങ്ങളുടെ മാത്രം കുട്ടിയാണെന്ന്. അച്ഛൻ ആ സമയം വല്ലാതെ തകർന്നു പോയിരുന്നു. ഇനിയൊരു വിവാഹം കഴിച്ചാൽ എന്റെ രണ്ടാനമ്മ എങ്ങനെയായിരിക്കും എന്നെ നോക്കുക എന്ന ഭയം കാരണം അച്ഛൻ പിന്നീട് ഒരു വിവാഹത്തിന് മുതിർന്നില്ല. അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. എന്റെ മനസ്സിൽ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും ആരോടും എനിക്ക് തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ എനിക്ക് 21 വയസ്സ് തികഞ്ഞപ്പോൾ ഞാൻ എന്റെ അമ്മയെ തേടി പിടിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ എന്റെ അമ്മയെ കണ്ടെത്തി. അവർക്ക് ഞാനൊരു സന്ദേശം അയക്കുകയും ചെയ്തു. എന്നെ ഒന്ന് കാണാമോ എന്ന് ഞാൻ ചോദിച്ചു. എന്നാൽ അമ്മ പെട്ടെന്ന് തന്നെ അതിന് സമ്മതം മൂളുകയും ചെയ്തു. ഇതോടെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനി ഒരുപക്ഷെ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. എന്നാൽ അമ്മയെ ഞാൻ നേരിൽ കാണാൻ ചെന്നപ്പോൾ അമ്മയുടെ കൂടെ അവരുടെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. എന്നാൽ അവർ എന്നെ കണ്ട ഭാവം പോലും നടിച്ചില്ല. ഒരു അപരിചിതയെ പോലെയാണ് അമ്മ എന്നോട് ആ സമയം പെരുമാറിയത്. ഹായ്, സുഖമാണോ എന്നൊരു ചോദ്യം മാത്രം അവർ എന്നോട് ചോദിച്ചു. കാര്യമായ സംഭാഷണങ്ങൾക്കൊന്നും നിൽക്കാതെ അവർ മക്കളെയും കൂട്ടി പോവുകയും ചെയ്തു. ആ നിമിഷം എന്റെ ഹൃദയം തകർന്നു പോയിരുന്നു. എങ്കിലും എന്റെ അമ്മയെ ഒരു തവണയെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്ന ആശ്വാസം എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നപ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. എന്റെ അമ്മ അവരുടെ 2 കുട്ടികളെ എത്ര സ്നേഹത്തോടെയും കരുതലോടെയുമാണ് നോക്കുന്നത് എന്ന്. അതുപോലെ തന്നെയാണ് എന്റെ അച്ഛൻ എന്നെയും സ്നേഹിക്കുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നി. ഞാനിപ്പോൾ വിവാഹിതയാണ്. എന്റെ വിവാഹ ദിവസം അച്ഛൻ എന്നെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു, അവൾ കുഞ്ഞായിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് അമ്മയുടെ സ്നേഹം ആവശ്യമാണെന്നും ഇത് നിനക്ക് ഒറ്റയ്ക്ക് കഴിയില്ല എന്നും. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊരു അമ്മയും അച്ഛനുമാകാൻ കഴിയുമെന്ന് ഞാൻ തെളിയിക്കുമെന്ന്. അത് കേട്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛൻ എന്നോ സ്വന്തമായൊരു ജീവിതമുണ്ടാക്കാമായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കാൻ അദ്ദേഹം അതെല്ലാം വേണ്ടെന്ന് വെച്ചു. ഇന്ന് ഞാൻ ഈയൊരു നിലയിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ആദ്യം കടപ്പെട്ടിരിക്കുന്നത് എന്റെ അച്ഛനോട് മാത്രമാണ്. എനിക്ക് എന്റെ അച്ഛൻ ഹീറോയാണ്, അമ്മ വെറും ഒരു സീറോയും. ഇങ്ങനെയാണ് യുവതി യഥാർത്ഥ ജീവിതകഥകൾ പങ്കുവയ്ക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്.